ടി.വി.എൻ. വാണിമേൽ സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ തലപ്പത്ത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്. നോക്കൂ, സ്വാഭാവികമായിട്ടും UDF തീരുമാനിക്കുന്ന ആളാണ് വഖഫ് ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മാത്രമല്ലേ നിലവിലുള്ള സർക്കാരിന് സാധിക്കൂ. പിന്നെ എങ്ങനെയാണ് ഈ മുനമ്പത്തെ ജനതയ്ക്ക് നീതി ലഭ്യമാക്കും എന്ന് ആവർത്തിച്ച് പറയുന്നത്? അതായത് മുനമ്പം വിഷയത്തില് അവിടുത്തെ തദ്ദേശീയരുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ വേണമെന്ന് പറയാൻ മുന്നോട്ട് വന്ന ഒരു പാർട്ടിയാണ് UDF മുസ്ലിം ലീഗ്. അത് ആധികാരികമായും അതുപോലെ തന്നെ പൊതുജന സമക്ഷം ജനകീയമായും ഞങ്ങൾ പാർട്ടി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളായി മാറി വരുന്ന ഗവൺമെന്റുകളുടെ നിയമ നടപടികൾ അത് അനുസൃതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുനമ്പം വിഷയത്തിലും വരുന്നു എന്നതിലപ്പുറത്ത് പ്രത്യേകിച്ച് എനിക്കൊന്നും അതിൽ ദർശിക്കാൻ കഴിയുന്നില്ല. എന്നാൽ രണ്ട് മതങ്ങളെ തമ്മിൽ തെറ്റിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിച്ച ഇടത് സർക്കാരിന്റെ കുൽസിത ശ്രമങ്ങളെ കാണാതിരിക്കാനും വയ്യ. ഇവിടെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പാർട്ടിയുടെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ മുനമ്പത്തെ ആശങ്കയോടുകൂടി കഴിയുന്ന ജനങ്ങളെ കണ്ട് അവിടുത്തെ ബഹുമാന്യരായ ക്രിസ്തീയ പുരോഹിതന്മാരെയും അവിടുത്തെ സംരക്ഷണം ഉറപ്പിക്കാൻ സമരരംഗത്തുള്ള ആളുകളെയും കണ്ട് അവരുടെ എല്ലാ സ്നേഹ വായ്പോടുകൂടിയുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ചരിത്രത്തിൽ എഴുതപ്പെട്ടു പോയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, മുനമ്പത്ത് ജീവിക്കുന്ന ഒരാൾ പോലും വീടില്ലാതെ തെരുവിലിറങ്ങേണ്ടി വരില്ല എന്നാണ് ആ ഭാഷയുടെ ആ പ്രയോഗത്തിന്റെ വാണിമേൽ പ്രവൃത്തിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മുനമ്പത്തെ ജനത എത്ര കാലം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും അനിശ്ചിതത്വമാണെന്നേ. താങ്കൾ ഇതിൽ തന്നെ ഇങ്ങനെ കഴിച്ചു പിടിച്ചു നിൽക്കാതെ ഒരു ജനതയുടെ ജീവിതാവിഷ്കാരം, അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാത്ത വിധം അവർക്ക് സുരക്ഷ ബോധം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ഞങ്ങളുടെ അല്ലെങ്കിൽ UDF-ന്റെ ആത്യന്തികമായ ആഗ്രഹം നടപ്പിലാക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ കർമ്മരംഗത്തുണ്ടാകും UDF. അത് ഒരു മതത്തിന്റെയും പേരിലല്ല, വേദനിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ജനതയുടെ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്, അവകാശത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. നിയമക്കുരുക്കുകൾ പറഞ്ഞ് ഒരു ജനതയുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ വീർപ്പ് കൂട്ടിക്കും? ആ ചോദ്യം പ്രസക്തമല്ലേ? ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ചയിൽ പോലും ആരോഗ്യപരമായ അഭിപ്രായം ആർക്കും പറയാൻ കഴിഞ്ഞില്ല. പരസ്പരം പഴിയാറുകയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നേയില്ല. ഞാൻ സംസാരിക്കുന്നത് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന നമ്മളുടെ സഹോദരികളും സഹോദരന്മാരും ജീവിക്കുന്ന ഒരു പ്രദേശത്തെ മനുഷ്യർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശം ഉണ്ടാവണം. അവിടെ വ്യവഹാരങ്ങൾ നടക്കണം, അവർക്കിടയിൽ വിവാഹങ്ങൾ നടക്കണം, അവർക്ക് ലോൺ എടുക്കാൻ കഴിയണം, അവർക്ക് ആശുപത്രിയിൽ പോകാൻ കഴിയണം. അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് ഇത്തരം ചർച്ചകൾ വളർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ ചർച്ചകൾ കാട് കയറുകയാണ്. എനിക്ക് എന്റെ അവതാരകൻ, ഞാൻ വേറെ ബഹുമാനിക്കുന്ന അവതാരകനോട് പറയാനുള്ളത്, ഇത്തരം ചർച്ചകൾ വഴി സമൂഹത്തിന് മുമ്പിൽ നമ്മൾ ഒരു സന്ദേശം എന്താണ് മെസ്സേജ് വരേണ്ടത്? ഇത്തരം ചർച്ചകളിലൂടെ ജനങ്ങളുടെയും സർക്കാരിന്റെയും ഉത്തരവാദപ്പെട്ട ജനതയുടെ ആളുകളുടെയും ഒക്കെ പിന്തുണ ആർജിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയല്ലോ ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് UDF തുറന്നു പറയാം, UDF ഏതർത്ഥത്തിലാണ് നിയമപരമായും അല്ലാതെയുമുള്ള രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും നിയമപരമായുമുള്ള ഇടപെടലിലൂടെ മുനമ്പത്തെ പ്രശ്നം നീതിയുക്തമായി പരിഹരിക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ട. ഒരു പക്ഷേ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ നീണ്ടേക്കാം. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.